ഇതെല്ലാം ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാരുടെ വലിയ വലിയ നിധി കുംഭങ്ങളിൽ പല രീതിയിൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെയൊക്കെ പകുതിയിലേറെയും ഏകദേശം 100ഓളം വരുന്ന മുതലാളിമാരുടെ കരങ്ങളിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേ തീരൂ. അതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കേരളത്തിലെ വലിയ വലിയ ആശുപത്രികളൊക്കെ അമേരിക്കൻ കുത്തകകൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ കൊടാനക്കോടനിയുടെ ബിസിനസ്സുകൾ. ഇനി അവരെന്ത് ചെയ്യും? അവരിഷ്ടപ്പെട്ടത് പ്രകാരം ഇത്തരം താന്തോന്നിത്യങ്ങൾ വ്യാപിപ്പിക്കും. ചികിത്സക്ക് അവർ നിശ്ചയിക്കുന്ന പണം ഈടാക്കിക്കൊണ്ടിരിക്കും. കുഞ്ഞു കുഞ്ഞു ആശുപത്രികളൊക്കെ അവർ വിലക്കെടുക്കും. അത് ചിലപ്പോൾ അവർ പൂട്ടിയിട്ടെന്നും വരും. കാരണം അവരുടെ വലിയ ആശുപത്രികളിലേക്ക് ആൾ വരണം. സാധാരണഗതിയിൽ 1 ലക്ഷം രൂപ കൊണ്ട് നടക്കേണ്ട സർജറി 10 ലക്ഷം കൊണ്ട് അവർ ചെയ്യുന്ന ഒരു ഘട്ടം ഒരു 2-3 വർഷം കൊണ്ട് വരും. നമ്മുടെ കോഴിക്കോടത്തെ പ്രമുഖ ആശുപത്രികളിലൊക്കെ ഒരു കമ്പനി ഏറ്റെടുത്തു. പെരിന്തൽമണ്ണ നമ്മുടെ ജില്ലയിലെ ആശുപത്രികളുടെ നഗരമാണ്. അവിടുത്തെ വലിയ വലിയ ആശുപത്രികളൊക്കെ ഈ കമ്പനികൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്ന ഇത്തരം താന്തോന്നിത്തങ്ങളുടെ വ്യാപനമാണെന്ന് പറഞ്ഞാൽ അതൊരു പ്രവചനമായിട്ട് കൂട്ടണ്ട. കാര്യങ്ങളെക്കുറിച്ച് ഇത്തിരി ഒരു ശ്രദ്ധയോടുകൂടി വിലയിരുത്തിയാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യം മാത്രമാണ്. നല്ല ആരോഗ്യമുള്ളൊരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എതിർ ജെൻഡറിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ ജീവിതകാലം മുഴുവൻ അവർ രോഗികളായി മാറും. ജീവിതകാലം മുഴുവൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഹോർമോൺ രൂപപ്പെടുകയും അല്ലെങ്കിൽ അത് പ്രകടമാവുകയും അതുവരെ അധ്വാനിച്ച് ഏത് ലിംഗത്തിലേക്കാണോ പോയത് അതിൽ നിന്ന് മാറി അടിസ്ഥാന ലിംഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ എന്നു മരിക്കുന്നോ അതുവരെയും രോഗിയായി നിൽക്കണം എന്നതാണ് ഇപ്പോൾ അവർക്ക് ഈ ക്യാപിറ്റലിസ്റ്റുകൾ വിധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയണം. ഇത് പാടില്ലെന്ന് പറയുമ്പോഴോ നമ്മൾ 6-ാം നൂറ്റാണ്ടിലെ ആളുകളായി മാറും. അതല്ല വേണ്ടതെന്ന് പറഞ്ഞാലോ ചിലപ്പോൾ കേസും കോടതിയുമായി തീരും. ഇത് മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണെന്നും അതിന് നല്ല കൗൺസിലിങ്ങും മാനസികമായ ട്രീറ്റ്മെൻറ്റും നടത്തണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കാൻ പറ്റാത്ത വിധം എല്ലാ ഇടങ്ങളിലും ഈ നിഗൂഢ സംഘങ്ങൾ, അതിൽപ്പെട്ട ഓരോ വ്യക്തിയെ കുറിച്ചല്ല ഞാൻ പറയണത്, ഇവർ ആധിപത്യം നേടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചു മാറണം കരുതിയാലോ? അമേരിക്കയിലൊക്കെ ഇപ്പോൾ അതാണ് ട്രെൻഡ്. അങ്ങോട്ട് മാറിയിട്ട് എതിർ ലിംഗത്തിലേക്ക് മാറിയിട്ട് വല്ലാതെ ഇടങ്ങേറായുന്നത് കാരണം തിരിച്ചു മാറാനുള്ള ശ്രമം നടത്തുന്നു. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ജീവിതം മൊത്തം വെട്ടലും മുറിക്കലും ആശുപത്രിവാസവും സർജറിയും വേദനയുമായിട്ട് കഴിയണമെന്നാണോ? അങ്ങനെ വേണമെന്നാണ് ക്യാപിറ്റലിസം നിർബന്ധിക്കുന്നത്. കാരണം അവർക്ക് ആവശ്യം പണം മാത്രമാണ്, ഡോളറുകളുടെ മണിക്കിലുക്കം മാത്രമാണ്. ഇവിടെ തിരുത്താനൊരു ശക്തി വേണം. അതെത്ര ദുർബലമാണെങ്കിലും, ഉയരുന്ന കൈകൾ വളരെ കുറവാണെങ്കിലും, അവരുടെ ശബ്ദത്തിന് ഗാംഭീര്യം കുറവാണെങ്കിലും, എല്ലാവരും അവരെ നോക്കി പരിഹസിക്കുന്നുവെങ്കിലും, നിങ്ങളിപ്പോഴും ലോകത്തിൻ്റെ പുതിയ സ്പന്ദനങ്ങളൊന്നും മനസ്സിലാക്കിയില്ലേ എന്ന് അവരെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ തന്നെയും, നിങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴും ബസ് കിട്ടിയില്ലേ എന്ന് നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ അവരെക്കുറിച്ച് ആക്ഷേപിച്ചാൽ തന്നെയും, മാന്യത എന്താണെന്ന്, മര്യാദ എന്താണെന്ന്, എന്താണ് ധാർമ്മിക ജീവിതമെന്ന് ഉറക്കെ പറയാൻ പണ്ടുള്ള കഥയിൽ രാജാവ് നഗ്നനാണെന്ന് ഉറക്കെ പറഞ്ഞ ഒരു ചെറിയ കുട്ടിയെപ്പോലെ നമ്മുടെ നാട്ടിൽ SSFകാരാവുന്ന വിദ്യാർത്ഥികൾ ഇതുറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്. ഈ ഒരൊറ്റ വാക്കിന് മുന്നിൽ ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയ എല്ലാ അധർമ്മങ്ങൾക്കും പിന്നെ പ്രസക്തിയില്ലേ? പിന്നെ ഒന്നിനും പ്രസക്തിയില്ലേ? കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ നാടുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ലൈംഗികമായ അരാജകത്വം, പീഡോഫീലിയ പോലും. പീഡോഫീലിയ ചെറിയ കുട്ടികളെ ലൈംഗിക ബന്ധത്തിന് വിധേയരാക്കുന്നത്, ധാർമ്മികത നശിച്ച് എല്ലാ താന്തോന്നിത്വവും നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കൈവെള്ളയിലേക്ക് ഈ സെൽഫോൺ വഴി കടന്നു വന്നതിൻ്റെ അനന്തരഫലമായി കേരളത്തിൽ നടക്കുന്ന സെക്സൽ ഹറാസ്മെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ 60% ഗാർഹിക പീഡനങ്ങളാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇവിടെ തിരുത്തനാവുള്ള ആവശ്യമില്ലേ? എന്താ ഗാർഹിക പീഡനങ്ങൾ? സുരക്ഷിതത്വം നൽകേണ്ട കരങ്ങൾ തന്നെയും ഈ പാവപ്പെട്ട മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അച്ഛനുണ്ട്, അമ്മാവനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാകുന്ന അളിയൻകയുണ്ട്.
കേരളത്തിൽ നടക്കുന്ന സെക്സ്വൽ ഹറാസ്മെൻറ്റുകളിൽ 60% ഗാർഹിക പീഡനങ്ങളാണ് എന്ന് കണക്കുകൾ പറയുന്നു. നമ്മളെവിടെ തിരുത്തേണ്ടത്? കൊറോണയ്ക്ക് ശേഷം കേരളത്തിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിലുണ്ടായതാണ് നമ്മുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് കുട്ടികളുടെ ഈ സെൽഫോണുമായുള്ള അമിതമായ ബന്ധം. അതിനെ തുടർന്ന് അവർക്ക് പ്രചോദനങ്ങളായി കിട്ടുന്നത് ഒട്ടുമിക്കയും ജീവിതം നശിക്കണം എന്നത് മാത്രമായി തീരുന്നു. അതുകൊണ്ടാണ് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. ഈ അടുത്ത 2-3 മാസങ്ങൾക്കിടയിൽ മൊബൈൽ ഫോൺ എടുത്തു വെക്കാൻ പറഞ്ഞു. ആ ഒരു കാരണത്തിൽ ആത്മഹത്യ ചെയ്ത 15-ലേറെ കുട്ടികളുണ്ടെന്ന് നമ്മൾ അറിയണം നമ്മുടെ കേരളത്തിൽ. സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൊറിയൻ മ്യൂസിക്കും കൊറിയൻ ഡാൻസർമാരുടെ പാട്ടും കുത്തും സഹിക്കവയ്യാഞ്ഞിട്ട് അച്ഛൻ മൊബൈൽ ഫോൺ കൊണ്ടുപോയി വിറ്റ കാരണത്താൽ ഡൽഹിയിൽ 2 സഹോദരിമാർ ഫ്ലാറ്റിൽ നിന്ന് വീണ് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ മാസത്തിലായിരുന്നു. അവർ ചുമരിൽ എഴുതി വെച്ചു, കൊറിയൻ മ്യൂസിക് കേൾക്കാതെ കാണാതെ അവരെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പിന്നെന്തിന് ജീവിതം എന്ന്. നമ്മുടെ കൊച്ചിയിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 പെൺകുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവർ ഡൽഹിക്ക് പോവുകയായിരുന്നു. എന്തിനാണ് ഡൽഹിക്ക് പോണത്? അവിടെ നിന്ന് കൊറിയയിലേക്ക് ബസ് കയറണം, എയർബസ്. എന്നിട്ട് അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 7 കൊറിയൻ മ്യൂസിക്കുകാരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണം. ഇതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ വേഷം മുതൽ ബോഡി ലാംഗ്വേജ് വരെ, നമ്മളെന്ത് കേൾക്കണം കാണണം എന്നതുവരെ, നമ്മുടെ പുതിയ ഭാഷയുടെ പദങ്ങൾ വരെയും നമ്മളെ സ്വാധീനിക്കുന്നത് നേരായ രീതിയിലല്ല. അതുകൊണ്ടാണ് നല്ല തറവാട്ടിൽ പറഞ്ഞ കുട്ടികൾ പോലും ചിലപ്പോൾ അവരുടെ വേഷത്തിനും അവരുടെ ഹെയർ സ്റ്റൈലിനും വേറെ ഏതെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത സെലിബ്രിറ്റികളെ മാതൃകകളാക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ ദീനുമായിട്ട് സോഷ്യൽ മീഡിയയിലെ റീലുമായി പെൺകുട്ടികൾ വരുന്നത്. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് വിശാലമായ ആഗ്രഹങ്ങളാണ്. വേഷം നോക്കിയിട്ടൊന്നുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പണിഷ്മെൻ്റ് നടത്തുകയെന്ന് പല പെൺകുട്ടികളും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് കീറിപ്പറഞ്ഞ ട്രൗസർ ഇടണം, കഷ്ടിച്ച് ഈ അരവയറിൻ്റെ അടുത്തേക്ക് എത്തും വിധത്തിലുള്ള സ്ലീവ്ലെസ് ടീഷർട്ട് ഇടണം. എന്നിട്ട് അവർ കരുതുന്നത് പോലെ ആഘോഷിക്കണം. അതിനെ റബ്ബിനെ കൂട്ടുപിടിക്കുകയാണ്. പുരുഷ മേധാവിത്വമാണ് പെണ്ണിനെ ഇങ്ങനെ ഫുള്ളായിട്ട് മൂടി വെക്കാൻ നിർബന്ധിപ്പിക്കുന്നത് എന്നവർ ഫെമിനിസത്തിൻ്റെ വാദഗതികൾ പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പർദ്ദയിട്ട കുട്ടികൾ പോലും പർദ്ദക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത വിധം വൃത്തികേടുകളാണെന്ന് പറയുമ്പോൾ എന്നോട് ക്ഷമിക്കണം, സ്ത്രീകളും പുരുഷന്മാരുമാകുന്ന ധാർമ്മികമായി വലിയ താല്പര്യമുള്ളവരൊക്കെ. ഞാനെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അവരുടെ മാത്രം പ്രശ്നമല്ലത്. ലോകം ആ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കല്യാണാലോചനയ്ക്ക് പോയി എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ കല്യാണത്തിന് ആ പെണ്ണിനെയൊക്കെ ചടങ്ങ് പോലെ കണ്ട് പേരൊക്കെ ചോദിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ പെണ്ണ് വെച്ച കണ്ടീഷൻ എന്നോട് പർദ്ദയിടാൻ പറയരുത് എന്നായിരുന്നു. അതൊരു വലിയ മാരകമായ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്രമേൽ വലിയ പ്രശ്നമൊന്നുമല്ല, ഉറത്ത് മറച്ചാൽ മതി, പർദ്ദയിടണം എന്നുള്ളത്. പക്ഷെ അതൊരു ഉസ്താദിൻ്റെ മോളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പോലും നമ്മുടെ വീടകങ്ങളിൽ പോലും ലിബറലിസം വല്ലാതെ സ്വാധീനം നേടുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടി വരും. അതൊരു ഉസ്താദിൻ്റെ മോളാണ്. അപ്പോൾ ഒരു ഉസ്താദിന് പോലും തൻ്റെ മോളെ ദീനീ ചിട്ടയിൽ വളർത്താൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് എല്ലാ വിജ്ഞാനത്തിനും എല്ലാവിധ ധാർമ്മിക പഠനത്തിനും സൗകര്യമുള്ള നമ്മുടെ കേരളത്തിൽ പോലും നിലനിൽക്കുന്നു. ഇത് കൂടിക്കൂടി വരികയാണ്. 4 കാലിൽ മാത്രം നടക്കുന്ന യുവത രൂപപ്പെടുന്നു. 11 ടൈപ്പ് മയക്കുമരുന്നുകൾ കേരളത്തിൽ സുലഭമായി ലഭ്യമാണിന്ന്. ഒരൊറ്റ ടൂറിൽ, ഒരൊറ്റ ഗാനമേളയിൽ, ഒരൊറ്റ സിനിമ കാണുന്നതിനിടയിൽ, എന്തിന് ടർഫിൽ പന്ത് കളിച്ചിട്ട് കൂടിയിരുന്ന് കളി വിലയിരുത്തി സൊറ പറയുന്നതിനിടയിൽ, ഏതെങ്കിലും ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം നമ്മൾ പേപ്പറിലൊക്കെ എപ്പോഴും കാണുന്ന MDMA എന്ന മാരകമായ രാസവസ്തു നമ്മുടെ മക്കളുടെ മൂക്കിലേക്ക് എത്തിച്ചേർന്നാൽ ഒരൊറ്റ പ്രാവശ്യം, അതിൻ്റെ പ്രത്യേകം സ്മെല്ലില്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ആ സാധനത്തിന് കളറോ ടേസ്റ്റോ ഇല്ല.
പഞ്ചസാരയേക്കാൾ ചെറിയ ക്രിസ്റ്റലായിട്ട് ഇന്ന് ലഭ്യമാണ് നമ്മുടെ കേരളത്തിൽ. അതിൻ്റെ 4-5 തരി എടുത്തിട്ട് നമ്മുടെ കുട്ടികളുടെ മൂക്കിലൂടെ അവർ ബസ്സിലൊക്കെ കയറിയിട്ട് താളം പിടിച്ചിട്ട് മിന്നാമിന്നി ലൈറ്റ് വിട്ട് അവലടിക്കുന്നത് പോലെ പാട്ടും വെച്ച് ഡാൻസ് കളിക്കണതിൻ്റെ ഇടയിൽ ഒന്ന് ഒരതിയെടുത്താൽ കൃത്യം 24-ാമത്തെ മണിക്കൂറിൽ കുട്ടി വയലൻ്റാകും. ടൂറ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് പൊന്നുമോൻ നമ്മുടേതല്ലാതായിട്ടുണ്ടാകും. LP സ്കൂളിൽ പോലും ഇത് ലഭ്യമാണ്. പിന്നല്ലേ കോളേജിൻ്റെ കഥ. സാധനം തൂക്കി വയ്ക്കാൻ വേണ്ടി സൂക്ഷ്മമായ തരിക്ക് പോലും മൂല്യം കാണാൻ പറ്റുന്ന ഏറ്റവും ആധുനികമാകുന്ന വളരെ നാനോ ടൈപ്പ് ത്രാസ് പിടികൂടിയത് കേരളത്തിലൊരു പ്രധാന കോളേജിൽ നിന്നാണ്. വിൽപ്പനക്കാർക്ക് സാധനം തൂക്കി വയ്ക്കാനുള്ള സംവിധാനം. ഇതൊന്നും ശരിയല്ലെന്ന് പറയാൻ ഒരാളും ഉണ്ടാവാൻ പാടില്ലെന്ന് ധാർമ്മികതയുടെ ശത്രുക്കൾ മൊത്തത്തിൽ തീരുമാനിക്കുന്നു. ഇവിടെയാണ് പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായാലും സത്യം സത്യമായി തുറന്നു പറയുമെന്ന്, ജീവിതം കൊണ്ടത് സമൂഹത്തെ പഠിപ്പിക്കുമെന്ന് പേർത്തും ഉറക്കെ പറയാൻ ആത്മാർത്ഥതയും ധൈര്യവും തൻ്റെ ഇടവുമുള്ള ഒരു തലമുറയുടെ പ്രസക്തി. അതാണ് SSF സാധ്യമാകാൻ ശ്രമിക്കുന്നത്. സാഹിത്യം നമുക്കൊക്കെ അറിയാം, സമൂഹത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ചില സംഗതികളാണത്. കവിത, ഒരു 2 വരി കവിത കൊണ്ട് വിപ്ലവം രചിച്ച കുറേ പാട്ടുകൾ നമുക്കറിയാൻ പറ്റും. കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നമ്മുടെയൊക്കെ റിസാലയിൽ സ്ഥിരമായി കവിത എഴുതുന്ന റഹീം മാസ്റ്റർ പൊന്നാട് എഴുതിയൊരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേരളം അങ്ങനെ പുരോഗമിച്ച് കേരളം മാറി ചുവന്ന തെരുവായി വിപ്ലവം ജനിക്കട്ടെ എന്നും പറയുന്ന 2 വരി മാത്രം. എല്ലാം ഒതുങ്ങിയത്, ഞാനിതുവരെ പറഞ്ഞതെല്ലാം ആ 2 വരിയിൽ ഒതുങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷാ നിരോധനം എന്നൊരു കവിത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ശ്രദ്ധിക്കണം. ആ ഭാഷാ നിരോധനം എന്ന കവിത 12-13 ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടു, മൊഴിമാറ്റം നടത്തപ്പെട്ടു. ഇംഗ്ലീഷിലേക്കത് മൊഴിമാറ്റം നടത്തിയത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരാകുന്ന കവികളിൽപ്പെടുന്ന സച്ചിദാനന്ദനാണ്. 500-1000 നിരോധിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും മനുഷ്യർ വല്ലാതെ പൊറുതിമുട്ടിയൊരു സന്ദർഭം. 100-500 ആളുകൾ വരി നിന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടൊരു സന്ദർഭം. എന്ത് ചെയ്യാൻ പറ്റും, താൻ ഇതുവരെ അധ്വാനിച്ച് നേടിയ പണം എന്ന് ഓരോ മനുഷ്യനും ആശങ്കപ്പെട്ട് നിരാശ കൊണ്ട് അറ്റാക്ക് വന്ന് മരിച്ചൊരു സന്ദർഭം. പല ബാങ്കുകൾക്കും ധനകാര സ്ഥാപനങ്ങൾക്കും മുമ്പിൽ വലിയ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും നടന്നൊരു സന്ദർഭം. ഗവൺമെൻറ് ചെയ്യുന്ന താന്തോന്നിത്തങ്ങളെ വിലക്കിക്കൊണ്ട് നിരോധിച്ചുകൊണ്ട് ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഭാഷാ നിരോധനം എന്ന കവിത വരുന്നത്. അതിൻ്റെ ആശയത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടാണ് 10-12 ഭാഷകളിലേക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ മൊഴിമാറ്റം ചെയ്യപ്പെട്ടത്. കേരളത്തിലെ പ്രമുഖ കവികളാകുന്ന പലരും അത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരുന്നത്. ആ കവിത സമൂഹത്തിൽ വരുത്തിയ സ്വാധീനം എത്രയാണ്.